അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വൈൽഡ് ക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ പരിപാടിക്ക് പോകണം. നമ്മുടെ സ്വന്തം മഹാരാജ സിംഹം അല്ലെങ്കിൽ സിംഹത്തെ മേടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ 40 ഡയമണ്ട് വേണം ഇതിനെ മേടിക്കാൻ, റെയറാണ്. പിന്നെ നമ്മൾ ഇതിന് വേണ്ടി ഒരു പച്ച കണ്ണ് മേടിച്ചു, ഒരു തൊപ്പി മേടിച്ചു, പിന്നെ ഇതുപോലെ ഒരു ചുറ്റി കെട്ടുന്ന ഡ്രസ്സ് ഒരു സാധനം മേടിച്ചു. അപ്പം പിന്നെ ഇത് നമ്മുടെ സിംഹത്തിനും കൂടെ മേടിക്കാം ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ സിംഹത്തിനും കൂടെ മേടിച്ചു ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ സിംഹത്തിനെ വെച്ചായിരിക്കും. അപ്പം നമ്മുടെ സ്വന്തം രാജസിംഹം ഇവിടെ റെഡിയാണ് ഗൈസ്. അത് തന്നെ ഗൈസ്, യെസ്, ഇവിടെ തന്നെയാണ് നമ്മുടെ സ്വന്തം രാജസിംഹം. അപ്പം നമുക്ക് ഇവനായിട്ട് റെഡി ആവണം. നല്ല മഴയത്ത് തന്നെ നമ്മുടെ രാജസിംഹം ഉണ്ടാകുന്ന ഗൈസ്. ഓക്കെ, സിംഹം ഇപ്പോൾ കൊള്ളുമല്ലോ ഓട്ടുന്നു. എന്നാലും നമ്മൾ ഇനി സിംഹത്തിന് വെച്ചൊരു കാടിയല്ല ഗൈസ്. ഇപ്പോൾ നമ്മൾ ലെവൽ 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞു മൃഗങ്ങളെ പിടിച്ച് ലെവൽ കുറേ ആകണം. ഓക്കെ, അപ്പം നമുക്ക് ഇര പിടിക്കാനുള്ള സമയമായി ഗൈസ്. ഒറ്റയടിക്ക് പോകുന്നു, അത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. നമ്മളങ്ങനെ ലെവൽ 2 ആ ഗൈസ്. ഓക്കെ, നമുക്കങ്ങനെ കുറേ ജീവികളല്ല. ഒരു അണ്ണാൻ, അണ്ണാനെ കൊന്നു. ഇനിയും അടുത്ത അണ്ണാൻ. നമ്മളിപ്പോൾ ഇത്ര മണി ലെവൽ 4 ആയ ഗൈസ്. ലെവൽ 1 നിന്ന് കണ്ടോ, സിംഹമൊക്കെ വലുതായിട്ട് ചാടുന്നുണ്ട്. ഓക്കെ, അടുത്ത ലെവലും കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് അടുത്ത അണ്ണാനെ പിടിച്ചെന്ന് വേണം ഇനി നമുക്ക് അടികൂടാൻ. എന്തായാലും കൊള്ളാം. മഴ കഴിഞ്ഞ ഗൈസ്, ഇനി സമാധാനം. ചാടി പിടിച്ചല്ലോ ഗൈസ്. ഓക്കെ ഗൈസ്, അതിനെ കൊന്നതിന് അപ്പുറത്ത് മറ്റു സാധനത്തിന് അടിക്കാൻ പോകണം. നമുക്ക് പണി കിട്ടും. നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നതിനൊക്കെ അടിക്കണം. അതാണ് സിംഹമാസ്, ഒറ്റയ്ക്ക് വരുന്നവൻ. അവൻ വെറുതെ ലെവൽ 2 എന്നിട്ടാണ് ലെവൽ 4 ഉള്ളവൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അറിയോ, അവൻ ചത്ത് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിപ്പോൾ ഇത്തിക്കോളുള്ള എലി പോലെയൊക്കെ സാധനത്തിനെ പിടിക്കാൻ പോകും. സിമ്പിളാണ്, ഇവനെ കണ്ടാൽ തന്നെ 2 അടിക്കുള്ളൂ. കഴിഞ്ഞില്ല, അവൻ്റെ പരിപാടി കഴിഞ്ഞു ഗൈസ്. നമുക്കിനെ അടിക്കാൻ ഏറ്റവും പാടുള്ള ഒരുത്തനാണ് ഈ പന്നികൾ. എന്നാലും ഇവനെ അങ്ങ് അടിച്ചു കളയാം. ഇവൻ എൻ്റെ അടുത്ത് ഒന്നുമല്ല. നമ്മൾ ചാവുന്ന സംശയമുണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, നമ്മൾ ചത്തു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ പന്നി ടഫ് അതിനെ അടിക്കാൻ. നമുക്ക് എന്നാൽ ഇനിയും പോകാം ഗൈസ്. നമുക്ക് നമ്മൾ നേരത്തെ കൊന്ന പന്നിയുടെ ദേഷ്യത്തിൽ ഇവനെ കൊന്ന് തീർക്കാം. ഓക്കെ ഗൈസ്, നമുക്കിനി ഒരു ഫാമിലി ചെയ്യാൻ പറ്റും. കയറ്റാൻ നമുക്കൊരു റിവാർഡും കൂടെ കളക്ട് ചെയ്യാം ഗൈസ്. നമ്മൾ അടുത്ത ലെവൽ എത്തി ഗൈസ്. നമുക്കൊരു കുരുവി ഇതിനെ കിട്ടി. ഉണ്ട് ഗൈസ്, ഭാര്യയും ഭർത്താവും അടി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് തന്നെ ഭാര്യയും ഭർത്താവും അടി തന്നെ ഗൈസ്. അത് തന്നെ ഗൈസ്, ഭാര്യയും ഭർത്താവും അടി തന്നെ ഇവിടെ നടക്കുന്നത്. അത് തന്നെ ഗൈസ്, അത് തന്നെ സക്സസ്ഫുള്ളി കോണ്ടന്റ്. അപ്പം നമുക്കിനി ഇവനെ പേരിടാം. എന്ത് പേരിടുന്നു ഗൈസ്? ഓക്കെ ഗൈസ്, നമ്മുടെ അങ്ങനെ ഇത് മേറ്റിനെ ലാറ എന്ന പേര് കൊടുത്തു. ഇനി നമുക്ക് കളിക്കാം ഗൈസ്. അപ്പം നമ്മൾ അടുക്കി പിടിക്കുക. ഇനി ഒരു പെൺസിംഹം കൂടെ ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ നമ്മുടെ മുഫാസയുടെ സ്കിന്നൊക്കെ തന്നെ മാറ്റി നമ്മൾ ഇച്ചിരി പേടിപ്പിടിക്കുന്ന വെനം സ്കിന്നൊക്കെ എടുത്ത് ഗൈസ്. ഇങ്ങനെയുണ്ട്, കൊള്ളണോ അതോ പഴയ സ്കിൻ തന്നെ മതിയോ? കമൻറ്റ് ഗൈസ്. അടിക്കുള്ള സമയമായി ഗൈസ്. അടുത്തവനെ ഓക്കെ, അവനെ അടിച്ചു ഗൈസ്. നമ്മുടെ കിട്ടിയ സമയമായി. അപ്പം നമുക്ക് ഇച്ചിരി ഈ സാധനങ്ങളൊക്കെ കിട്ടിയേ ഗൈസ്. നമ്മൾ നിഷ്കളങ്കരായ അണ്ണാനെ കൊല്ലാൻ പോകുന്നു ഗൈസ്. അത് നമ്മൾ 3-4 അടിക്കൊക്കെ ഉള്ളൂ നമ്മുടെ അണ്ണാൻ കുട്ടനൊക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത അണ്ണാൻ ഗൈസ്. എനിക്കറിയാം
ഹിപ്നോട്ടൈസ് ചെയ്യാം. 2 അടിക്ക് ആവാനുള്ളായിരുന്നു ഗൈസ്, വെറും 2 അടി. ഗായ്സ് നമ്മൾ നൈസായിട്ടൊരു മുയലച്ഛനെയും കൂടെ അടിച്ചു ഗൈസ്. ഗായ്സ് ഇനി അടുത്ത് നമ്മുടെ ഇര ഈ സാധനങ്ങളാണ്. ഇതെന്താണെന്നൊരു പിടുത്തമില്ല. എന്തായാലും ഇവന്മാർക്ക് നല്ലോണം കൊടുക്കണം. ഇവന്മാർക്ക് ഇച്ചിരിയൊക്കെ ഉള്ളൂ, എന്നാൽ നല്ലോണം അടി കൊടുക്കണം. നമ്മളെ ഇവന്മാർ കൊല്ലാൻ ചാൻസ് ഉണ്ട്. അടി കൊടുക്കട്ടെ. ഓക്കെ, 2 പേരെയും വലിയ ഫൈറ്റ് നമ്മൾ കൊന്നു ഗൈസ്. ഗായ്സ് രാത്രിയായപ്പോൾ ബെഡിൽ കിടന്ന് ഉറങ്ങട്ടെ. ഗായ്സ് ഇനി ടൈം ടു വലിയ അടികൾ. അപ്പോൾ നമുക്കിനിയും വലിയൊരു മാനടിക്കാൻ പോകും. മാനടിക്കാനൊക്കെ പാടാണ് ഗൈസ്. മാന് 2 എണ്ണം എന്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഡെഡാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ മെയ്റ്റ് ഇപ്പോൾ ലെവൽ അപ്പം ഗൈസ് നമുക്ക് ടാസ്ക് ഉണ്ട് 2 അണ്ണാനെ കൊല്ലാൻ. അപ്പം നമുക്ക് എന്തായാലും കൊല്ലാതിരിക്കാൻ പറ്റൂല. ചാടി പിടിച്ചുക. ഓക്കെ ഗൈസ്, ഇനി അടുത്ത അണ്ണാനെ പിടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ടാസ്ക് തീരില്ല. സിംഹത്തിൻ്റെ ശബ്ദം അത്ര രസമില്ല. റിയൽ സിംഹത്തിൻ്റെ ശബ്ദമൊക്കെ സീന്. പക്ഷെ നമുക്ക് ഗൈസ് ഇനിയും ഒരു ടാസ്കും കൂടെ. ഗൈസ് നമ്മുടെ ടാസ്കിലുള്ള ലാസ്റ്റത്തെ ആൾ റെക്കോൺസ്. ഓക്കെ, ഇവന്മാർ വേറെ ലെവൽ 5 ഇവന്മാരെ അടിക്കാൻ സിമ്പിളാണ്. ഓക്കെ, റിവാർഡ് നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ആയി. ഇവനെ വന്നു ഗൈസ്. നമുക്ക് ടാസ്ക് ചെയ്യേണ്ട റിവാർഡ് 82 എലിക്സർ. ഗൈസ് മെഗാ ഫൈറ്റിന് സമയമായി. ഗൈസ് നമ്മൾ പെട്ടെന്ന് തോന്നുന്ന സംശയം വന്നത് ഗൈസ് നമ്മൾ ഹിപ്നോട്ടൈസിങ് എന്ന് പറയുന്ന എബിലിറ്റി യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ചാലഞ്ച് ആകുന്നില്ല. അതാകുമ്പോൾ നമുക്ക് അടി കിട്ടില്ല, അവന്മാർക്കും അടി കിട്ടും. ഇനി ഇവനെ ഒറ്റക്കിട്ട് അടിക്കണം. അതാണ് മാസ്റ്റേഴ്സ് ഓഫ് ലയർ. ഓക്കെ ഗൈസ്, ജസ്റ്റ് മിസ്സായിട്ട് നമ്മൾ ജാഗൻ, എന്നാലും അവനെ അടിച്ചു. നമ്മുടെ സ്റ്റാമിന അതിൻ്റെ ഇടയ്ക്ക് തീർന്നു പോയി. അതാണ് നമ്മൾക്ക് അടിക്കാൻ പറ്റാൻ ഇടയ്ക്ക്. ഗൈസ് ടാസ്കിൽ അടിക്കേണ്ട ഒരുത്തനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവൻ വെറും ലെവൽ 5 കുറച്ചടിക്കുള്ളൂ. കണ്ടില്ല, കഴിഞ്ഞു ഗൈസ്. അപ്പം മെഗാ അടിക്ക് സമയമായി ഗൈസ്. ഇന്നെ ഇത് മാനോടത്തെ സിംഹത്തിനുണ്ട്. സിംഹത്തിനേക്കാളും പൊക്കോ മാനിന്? അതെങ്ങനെ ഉണ്ടില്ലേ? ഇതെന്ത് സൂത്രമാ ഗൈസ്? ഇതെന്ത് സൂത്രം? മാനിന് അടിയും കൊണ്ടില്ല. ഏക്കെ എന്താണ് ഒരു പിടുത്തമില്ലല്ലോ. ഇപ്പോഴാണ് ഉണ്ട്. അങ്ങനെ മാൻ്റെ കാര്യം തീരുമാനമായി. 2 പേരെടുത്തിട്ട് അടിച്ചു. ഓക്കെ, മാൻ ചുത്ത ഗൈസ്. ഗൈസ് നമ്മൾ ചെറുതായിട്ടുള്ള സ്ഥലം മാറി. ഇനി എനിക്ക് ശരിക്കുള്ള അടി ഗൈസ്. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം സവാനയിലോട്ടാണ്. ഇനി ഇവിടെ നിന്ന് അടിയുണ്ട് ഒരു പരുവം ഗൈസ്. എന്തായാലും ആ പന്നികളുടെ അടുത്തോട്ട് പോകണ്ട. നേരത്തെ ഗൈസ് നമ്മൾ ഉന്നം വിട്ടിരിക്കുന്ന സീബ്ര കുഞ്ഞിനെയാണ്. ഇനി എന്തോന്ന് അറിയത്തില്ല അടികൾ. നമ്മുടെ മറ്റേ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇനി 2 പേരും കൂടെ കട്ടടിയായിരിക്കും ഗൈസ്. ഇപ്പോൾ ഇത് ഇവനെ കൊല്ലം 2 പേരും കൂടെ കളി. 2 പേരെ അടിച്ചിട്ട് ചാർജ് വരും. സീനായിരുന്നു വീഴ്ച ഗൈസ്. നമ്മളെ പണ്ടത്തെ വീഡിയോ കൊന്ന അതേ പണ്ട് തന്നെ എനിക്ക് എന്തായാലും റിവെഞ്ച് അടിക്കണം ഗൈസ്. എന്തായാലും അവനെ ഞാൻ കൊന്നിട്ടേ ഞാൻ കൊണ്ടു. അവൾ എത്ര ചത്തു ഞാൻ പറഞ്ഞില്ല. എൻ്റെ റിവെഞ്ച് എപ്പോഴും പൂർത്തിയാകും ഗൈസ്. ഗൈസ് നമ്മുടെ സ്വന്തം കാട്ടുപോത്തിനെ അടിക്കാൻ പാടാണ് ഗൈസ്. ഭയങ്കര പവറാണ്. ഇനി എങ്ങനെ അടിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ വെറൈറ്റി കാട്ടുപോത്ത് അടിച്ചേക്കാം. അതെ, പണി കിട്ടി ഗൈസ്. ഭയങ്കര പവറാണ്. പക്ഷെ നമ്മൾ 2 പേര് ഉള്ളതുകൊണ്ട് അവൻ ചാകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് മിസ്സായിരുന്നു നമ്മുടെ ഹെൽത്ത് 11 ഈ കാട്ടുപോത്ത് എന്ന് പറയുന്ന സാധനം. ഇത്രയും പവറോ ഇതിനൊക്കെ? ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമുക്കതിൽ നല്ല ഫുഡിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ നല്ല ഫുഡുള്ള സാധനം ഗൈസ്. അടുത്ത കാട്ടുപോത്ത്. ഈ കാട്ടുപോത്തിനെ അടിച്ചോടെ നമ്മുടെ വീഡിയോ കൊണ്ട് അവസാനിക്കും ഗൈസ്. ഓക്കെ, അയ്യോ അടി കിട്ടി ഗൈസ്. കുറേ അടി കിട്ടി. നമ്മൾ ചത്തു ഗൈസ്. ഓ മൈ ഗോഡ്, നമ്മുടെ ഹെൽത്ത് കണ്ടോ ഗൈസ്? 0%. എങ്ങനെ നമ്മൾ സർവൈവ് ആയി ഗൈസ്? അപ്പം അതെ ഗൈസ്, നമ്മൾ ലെവൽ 10 ആയി ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ ഇനി ലയണിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പം ബൈ.